മുതൽ നാമാണ്. നമ്മുടെ സുസ്ഥിരതയ്ക്കും സന്തോഷത്തിനും നിങ്ങൾ ജീവിക്കുക. അങ്ങനെ നമ്മുടെ ശ്രേയസ്സിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും തുല്യമായ സ്വാതന്ത്ര്യവും അവകാശവും നാം നൽകുന്നു. ഇത് നമ്മുടെ ഉദാരതയും ആദർശനിഷ്ഠയും നയവും കാണിക്കുന്നു. നമ്മുടെ നിലനിൽപ്പിന് ഇളക്കം തട്ടുമാറ് നിങ്ങൾ ആരെങ്കിലും ചലിച്ചാൽ താറുമാറായി കിടക്കുന്ന ഈ പടവുകൾ കയറ്റി നിർത്തി നാം സിംഹാസനത്തിലെത്താൻ ഉപയോഗിച്ച അതേ കൊടികൊണ്ട് തന്നെ നിങ്ങളെ ഉന്മൂലനാശം ചെയ്യുമെന്നും അറിയുക. നമ്മുടെ കൊടിയേക്കാൾ നീളവും ബലവും അത് കെട്ടിത്തൂക്കിയ വടിക്കാണെന്നും നമ്മുടെ കൈയിനടുത്ത് വടിയാണ്, കൊടി അല്പം അകലെയാണെന്നും ധരിക്കുക. നമുക്ക് മംഗളമാശംസിച്ച് സമാധാന ചിത്തരായി മടങ്ങിക്കൊള്ളുക. നമസ്കാരം. എഴുത്തിന്റെ പാലക്കാടൻ പെരുമയിൽ നാം ഇന്ന് കാണുന്നത് പാലക്കാടിന്റെ തനതായ എഴുത്തുകാരനായ കാളിദാസ് പുതുമനയെയാണ്. സാമൂഹ്യ ജീവിതത്തിന്റെ നിത്യാനുഭവങ്ങളും മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മ വികാരങ്ങളുമെല്ലാം ലളിതവും ആഴവുമുള്ള ഭാഷയിൽ അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം വായനക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ രചനകൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ബാല്യകാലം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷകരമായിട്ടും ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങളിരിക്കും. അപ്പോൾ അത്തരത്തില് സാറിന്റെ ബാല്യകാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. എന്റെ ബാല്യകാലം പുലാപ്പറ്റ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. പുലാപ്പറ്റ എന്ന് പറയുന്ന ഗ്രാമം പാലക്കാട് ജില്ലയുടെ ഏകദേശം മധ്യത്തിലേക്ക് വരും. ശുദ്ധ വള്ളുവനാടാണ്. അപ്പൊ അവിടെ വള്ളുവനാടിന്റെ എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും പ്രകൃതിയും ഒക്കെ അങ്ങനെയാണ്. ധാരാളം പാടങ്ങളും ധാരാളം കുളങ്ങളും അമ്പലങ്ങളും ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശം. അവിടെ എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് സ്കൂളിലേക്കൊക്കെ പോകേണ്ട കാലമായപ്പോഴേക്കും എൻ്റെ മീതെയുള്ള ആൾക്കാരൊക്കെ ജോലിയിലും അങ്ങനെയൊക്കെ ആയി. പിന്നെ കുട്ടിക്കാലത്ത് ഏകദേശം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അച്ഛനും അമ്മയും വീട്ടിലെ പണിക്കാരും ഞാനും. പിന്നെ തൊട്ട വീട്ടിലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഒന്ന് രണ്ട് ആൾക്കാർ. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിച്ചിങ്ങനെ കൂടും. പക്ഷെ അന്നത്തെ കാലത്ത് എന്താന്ന് വെച്ചാല് ഈ ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഭാഗ്യം. കഴിഞ്ഞാൽ ആ ഒരു കാലത്ത് നിന്നുകൊണ്ട് തന്നെ വരും തലമുറനെ കുറിച്ചിട്ട് അല്ല, അത് എനിക്ക് തോന്നുന്നത് അത് ശരിക്കൊരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരന്, ചിന്തിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരന് പലപ്പോഴും ഇന്നത്തെ ഈ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ഈ വർത്തമാനം ഇങ്ങനെ തന്നെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താവും അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എഴുത്തച്ഛനൊക്കെ പറഞ്ഞിട്ടില്ലേ, 500 കൊല്ലം മുമ്പ് മറ്റേ ഭാഗവതത്തിലും രാമായണത്തിലൊക്കെ വരുംകാലത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചെയ്യാൻ പറ്റുമായിരിക്കാം. അത് ചില ആൾക്കാരെന്താ വെച്ചാൽ ഈ നാടകത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഒരു ദൃശ്യ കലയായതുകൊണ്ട് മുമ്പിലിരിക്കുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, രസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ ഇപ്പം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ, ഉദാഹരണം പൊറാട്ടായി ഇപ്പം 4 പുറം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് എൻജോയ് ചെയ്യാം. കാരണം അതിലൊന്നും ചിന്തിക്കാനില്ല. മറിച്ച് ചില ആൾക്കാർ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നാളെ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും. ചിലപ്പോൾ അതായിരിക്കും പറയണത്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും ചിലപ്പോൾ. അതാണ് അതിൻ്റെ കാര്യം. 1976 മുതൽ 2020 വരെയും എഴുത്തില് സാർ സജീവമായിരുന്നല്ലോ. അപ്പോൾ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് എഴുത്തിലുണ്ടായ മാറ്റത്തെ സാർ എങ്ങനെ കാണുന്നു? എഴുത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഒരു 65 കഴിഞ്ഞതിന് ശേഷം ഒരു 65 മുതൽ 75 വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ ലോകം മുഴുവൻ തന്നെ ഈ ചിന്തയിലും രചനയിലും ഒക്കെ വിപ്ലവാത്മകമായ മാറ്റം വന്ന പരീക്ഷണം, എക്സ്പെരിമെൻ്റൽ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ നാടകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു പലരും ചെയ്തിരുന്നത് ആഗോളതലത്തിൽ തന്നെ. അങ്ങനെ വരും. അങ്ങനെയുള്ള സമയത്ത് എന്താ വെച്ചാൽ ഈ നമ്മൾ സാധാരണ ഒരു കഥയ്ക്കോ അല്ലെങ്കിൽ നാടകത്തിനോ ഒക്കെ ഈ സ്ഥലകാല സമയ ഈ ത്രയങ്ങളുണ്ട്. അതായത് സ്ഥലം, കാലം, അതേപോലെ തന്നെ കഥ. ഇത് മൂന്നും യോജിച്ചിട്ട് ഒരു യൂണിറ്റായിട്ട്, ഒരു സിംഗിൾ യൂണിറ്റായിട്ട് മാറണമെന്നാണ് സാധാരണ നിലയ്ക്ക് പറയുക. സ്ഥലത്തിനനുസരിച്ച് കാലം, കാലത്തിനനുസരിച്ച് സ്ഥലവും
പിന്നെ ഈ ജീവിതവും അതായത് കഥയും ഇത് യോജിപ്പിക്കുക എന്നുള്ളതാണ് സ്ഥലകാല ഈ കഥയുടെ ഒരു എന്താ പറയുക ത്രൈക്യം എന്നൊക്കെ പറയുന്നത്. ഇത് ഭേദിച്ചു 65 കഴിഞ്ഞപ്പോൾ. ഈ സ്ഥലമായിട്ടോ കാലമായിട്ടോ കഥയായിട്ടോ ഒന്നും പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത രീതിയിൽ ഒരു വളരെ ഭ്രമാത്മകമായ ഒരു അനുഭവം സൃഷ്ടിക്കുന്ന രീതിയിൽ എഴുത്ത് വന്നു 65-ന് ശേഷം. ഏകദേശം 75 വരെ ഒരു ദശാബ്ദകാലം ഏകദേശം അത് ആ തരം ഒരു സ്റ്റൈൽ നിലനിന്നു. അന്ന് മറ്റേ നാടകത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ അബ്സേർഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അസംബന്ധ നാടകം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അബ്സേർഡ് പ്ലേ ആണ് കാക്ക എന്ന് പറഞ്ഞിട്ട്. ഞാൻ 81-ൽ എഴുതിയൊരു സാധനം. അത് ഭാഷാഭൂഷണിയിൽ അന്ന് പ്രസിദ്ധീകരിച്ചു വന്നു. അത് കുറേയധികം ഈ കോളേജ് ലെവലിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതെന്താ വെച്ചാൽ ഒരു സിംഗിൾ കഥാപാത്രം ഈ രംഗത്തിൻ്റെ 2 ഭാഗത്ത് ഒന്നിലെ ഒരു തൊട്ടിലാണ്, കുട്ടി ആടുന്ന തൊട്ടിൽ, മറുഭാഗത്ത് ശവപ്പെട്ടിയാണ്. ഈ തൊട്ടിൽ നിന്ന് ശവപ്പെട്ടിയിലേക്ക് എത്താനുള്ള ഈ സഞ്ചാരം, ഇതാണ് ലൈഫ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് കാക്ക എന്നാണ് നാടകത്തിൻ്റെ പേര്. അത് ഭാഷാഭൂഷണിയിലൊക്കെ അടിച്ചു വന്നതാണ്. ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ഇത്തരം നാടകങ്ങൾ, അതായത് പെട്ടെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്ന് ലേശം ഒന്ന് ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ. ഒരു തരം ഈ ഭ്രമം ഉണ്ടാക്കുന്ന ഒരു തരം അവസ്ഥ എന്ന് പറയുന്നത്. അതെ അതെ അതെ. അങ്ങനെ ഒരു കാലം നാടകത്തിലെന്ന് മാത്രമല്ല സാഹിത്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതുണ്ടായിരുന്നു. നമ്മുടെ മേതിൽ രാധാകൃഷ്ണൻ, കെ.പി. നിർമ്മൽകുമാർ, ഇവരൊക്കെ കഥകൾ എഴുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം, ഇങ്ങനെയൊക്കെയുള്ള ഇത് ചില കൂട്ടലും കിഴിക്കലും ഈ ചില ചിഹ്നങ്ങളൊക്കെ ഭാഷയിൽ മാറുന്നു. അങ്ങനെ ഒരു കാലം. പക്ഷെ അതിനൊരു ഷോർട്ട് ലൈഫേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 കൊല്ലം. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മാറി, അവസ്ഥ മാറി. ഇതൊക്കെ എന്താ വെച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം ഉണ്ടല്ലോ, ഈ അന്തരീക്ഷത്തിനനുസരിച്ച് സംസ്കാരത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് രചനയിൽ മാറ്റം വരും. കാരണം രചന എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ആവിഷ്കാരമാണല്ലോ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംസ്കാരം ചിലവർ ആ സംസ്കാരം വെച്ചിട്ട് ഈ സംസ്കാരം ഇങ്ങനെ തന്നെ പോയാൽ എങ്ങനെയാവും എന്നുള്ള എനിക്ക് ചിന്തിക്കും. അതാണ് എനിക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം, ഈ വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഈ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളധികം ഈ മൊബൈലിൽ ഇരിക്കരുത്. അതായത് മൊബൈലിൽ ഇരുന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഈ കഴുത്ത് നീളും. ഇങ്ങനെ കുനിഞ്ഞിന്നെ ഇരിക്കുമ്പോൾ കഴുത്ത് നീളും. കഴുത്ത് നീണ്ട് വന്നാൽ നിങ്ങൾക്ക് നീട്ടി നിൽക്കുമ്പോൾ ഈ 2 കാലിൽ ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കയ്യും കൂടി കുത്തേണ്ടി വരും. അപ്പോൾ ഈ കയ്യും കൂടി കുത്തുമ്പോൾ 4 കാലിലുള്ള നടത്താവും. അപ്പോൾ മനുഷ്യൻ മൃഗത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണ് നടത്തും. അയ്യോ, അങ്ങനെ ഒരു കാലം വരും. അത് ഞാൻ പറയാറുണ്ട് കുട്ടികളോട്. ഈ മറ്റേ അക്തയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീക്ക് കഥയുണ്ട്. അക്തയൻ ഇങ്ങനെ ഒരു ശാപം ഏറ്റിട്ട് മാനായി മാറും. പക്ഷെ അക്തയനും മാനായി എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ അക്തയൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ഓടുമ്പോൾ കയ്യും കൂടി കുത്തുവാനെന്തേ മൂലം, വാലുപോലെ എന്തോ പിന്നിൽ നീളുവാനെന്തേ, കാലിന്മേൽ അതിനറ്റം മുട്ടുവാനെന്തേ മൂലം. പിന്നെ വെള്ളം കുടിക്കാൻ ദാഹിച്ച് ചെന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് താൻ മാനായി മാറി. കാട്ടിൽ കൂടെ ഓടുകയാണ്, പരിഭ്രാന്തി കൊണ്ട് ഓടുകയായിരുന്നു. അങ്ങനെ ഒരു ഗ്രീക്ക് കഥയുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഈ മൊബൈലിൽ ഇങ്ങനെ ഇരുന്നിരുന്നായാൽ കുറെ കഴിഞ്ഞാൽ കയ്യും കൂടി കുത്തും. പിന്നെ ഈ വാല് മുളയ്ക്കുമോ എന്നുള്ള മാത്രമേ സംശയമുള്ളൂ. ബാക്കി എന്ന് മാത്രമല്ല, ഈ ഇലക്ട്രോണിക്സിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ സംസ്കാരത്തിനെ അത് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലാപ്പറ്റയിൽ ജനിക്കുമ്പോൾ അവിടെ റോഡില്ല. എൻ്റെ കുട്ടിക്കാലത്ത് വാഹനങ്ങൾ പോകുന്നതായിട്ട് റോഡില്ല, നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇലക്ട്രിസിറ്റി ഇല്ല, റേഡിയോ ഇല്ല. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആണ് ഞാനൊക്കെ കുട്ടിക്കാലം പിന്നിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റേജിലും മാറുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ആലോചിച്ച് നോക്കാം. ഇപ്പം നമുക്ക് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ, ഇപ്പോൾ ഭാര്യ വന്നു, അവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കും, ഞങ്ങൾ രണ്ടാളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, ഞങ്ങൾ തമ്മിൽ സംഭാഷണം ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഈ TV വന്നപ്പോൾ ഒരു കുടുംബാംഗങ്ങൾ മുഴുവൻ TVയുടെ മുമ്പിലായി. അപ്പോൾ അയൽപ്പക്കായിട്ട് നമുക്ക് ബന്ധമില്ലാണ്ടായി. മൊബൈൽ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ആളായിട്ട് നമുക്ക് ബന്ധമില്ലാണ്ടായി. അപ്പോൾ ഓരോ ഈ പുതിയ കണ്ടുപിടുത്തങ്ങളും ഇതൊക്കെ വരുമ്പോഴും നമ്മൾ നമ്മിലേക്ക് ഇങ്ങനെ കുറഞ്ഞ് നമ്മുടെ ഈ വലയം എന്ന് പറയുന്നില്ലേ, അതിങ്ങനെ ചെറുതായി ജീവിതത്തിന് തന്നെ ആകെക്കൂടെ അതെ. ഇപ്പോൾ മറ്റേ MT എഴുതിയിട്ടില്ലേ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്,
അത് ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ തനിയെ തന്നെയാണ്. ഓരോ മനുഷ്യനും ഒരു ദ്വീപായി മാറുകയാണ്. സ്വയം ഒരു ദ്വീപായി മാറുന്ന ഒരവസ്ഥ. അതാണ് ഏത് ശാസ്ത്രത്തിനും ഏത് കണ്ടുപിടുത്തത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ടെങ്കിലും അതിൻ്റേതായ ദോഷങ്ങളും അതിനൊക്കെയുണ്ട്. ഈ ഇംഗ്ലീഷ് മെഡിസിൻ പോലെയാണ്. അതെ. കഴിച്ചാൽ രോഗം മാറും. പക്ഷേ വേറെ അതിന് റിയാക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ. അതെ അതെ അതുപോലെയാണ് ഇതിൽ. എവരി റിയാക്ഷൻ ദെർ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സാറ് നാടകങ്ങൾ രചിക്കുമ്പോൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണ്? രചിക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നാറില്ല. കാരണം ഞാൻ ഈ മനസ്സിൽ വന്നൊരു സാധനം എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനൊന്നും കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ആലോചിക്കാറില്ല. പക്ഷേ അതൊരു രംഗത്ത് കൊണ്ടുവരുമ്പോഴാണ് വെല്ലുവിളികൾ നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഉചിതമായ യോജിക്കുന്ന കഥാപാത്രങ്ങൾ വേണം. അതെ നടീനടന്മാർ നമ്മളുടെ മനസ്സിൽ കണ്ടൊരു സാധനമാണല്ലോ അവിടെ രംഗത്ത് വരണത്. അതെ അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള നടനും നടി ഉണ്ടാവണം. അതിനെ പറ്റിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവണം. പിന്നെ ഈ കഥാപാത്രങ്ങൾക്ക് അവർ പറയുന്ന ഡയലോഗിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണം. ഈ വെറുതെ കാണാൻ പാഠം പഠിച്ച് പറഞ്ഞുകൊണ്ടൊരു അതെ നാടകമില്ല. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഈ ഗാഞ്ചലോ എന്ന് പറഞ്ഞ് എനിക്ക് സംഗീതനാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു നാടകമുണ്ട്. ഗാഞ്ചലോ എന്നാണ് അതിൻ്റെ പേര്. ഗാഞ്ചലോ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം മൈക്കൽ ആഞ്ചലോ എന്ന് പെട്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഒരു ആർട്ടിസ്റ്റ്, ഒരു ചിത്രകാരൻ്റെ കഥയാണ് ഗാഞ്ചലോ. അപ്പോൾ ആ നാടകം ആരംഭിക്കുന്നത് ഭൂമിയുടെ സ്ഥലങ്ങളിൽ കാലം ചുംബിക്കുന്നിടത്ത് ഞാൻ പരാജയപ്പെടുന്നു എന്നാണ് ഈ ആർട്ടിസ്റ്റ് പറയുന്ന ഡയലോഗ് അത്. അപ്പോൾ ഭൂമിയുടെ സ്ഥലങ്ങളിൽ കാലം ചുംബിക്കുക എന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മലകളോ കുന്നുകളോ ഒക്കെയാണ്. അതിൽ കാലം ചുംബിക്കുന്നു പറഞ്ഞാൽ ആകാശം ചുംബിക്കുന്നു വെച്ചാൽ സന്ധ്യയാകുന്നു എന്നർത്ഥം. എങ്ങനെ ചക്രവാളം ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ ആ സന്ധ്യയ്ക്കൊരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ ഈ കാലം ഇങ്ങനെ ആകാശം ഇങ്ങനെ ചുംബിക്കുന്നിടത്ത് ഞാൻ പരാജയപ്പെടുന്നു എന്നാണ് ഈ എഴുത്തുകാരൻ പറയുന്നത്, അല്ല ഈ ചിത്രകാരൻ പറയുന്നത്. പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ നാച്ചുറലായിട്ട് കാണുന്ന ഈ കുന്നിൻ്റെ മുകളിൽ ആകാശം ഇങ്ങനെ ചെരിയുന്ന സന്ധ്യകളുണ്ട്. അതിലേക്ക് നോക്കിയിരുന്നാൽ അതിൽ ലൈഫുണ്ട്. അതെ പക്ഷേ നമ്മളതൊരു ഫോട്ടോ എടുത്തൊരു ചിത്രമാക്കുമ്പോൾ അല്ലെങ്കിൽ വരയ്ക്കുന്ന ഒരു ചിത്രമാക്കുമ്പോൾ അതിൽ ഭംഗിയുണ്ട്, ലൈഫില്ല. അതെ എപ്പോഴും ഈ ഇമിറ്റേഷന് ലൈഫ് കമ്മിയാവും. പക്ഷേ ഇമിറ്റേഷൻ വളരെ ഗംഭീരമായിരിക്കും, ചിത്രം നല്ല ഗംഭീരമായിരിക്കും. പക്ഷേ ആ ചിത്രത്തിന് ജീവൻ ഉണ്ടാവില്ല, പ്രകൃതിക്ക് ജീവനുണ്ട്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം എനിക്ക് ആ ജീവൻ കൊടുക്കാൻ പറ്റാത്തതിൽ ഞാൻ പരാജയപ്പെടുന്നു എന്നാണ് ഈ ചിത്രകാരൻ പറയുന്നത്. അപ്പം ഞാനിത് റിഹേഴ്സൽ, ഒരു ക്ലബ്ബുകാർ റിഹേഴ്സലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ 3-4 റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ കേൾക്കുന്നത് ഭൂമിയുടെ സ്ഥാനങ്ങളിൽ എന്നാണ് ഈ കഥാപാത്രം പറയുന്നത്. അപ്പം ഞാൻ നിർത്താൻ പറഞ്ഞു. ഇതെന്താ പറയണത് ചോദിച്ചു. അല്ല, ഭൂമിയുടെ സ്ഥാനങ്ങളിൽ സാർ അത് എഴുതുമ്പോൾ ദീർഘിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് ദീർഘിട്ടിട്ട് ഞാൻ പറഞ്ഞു സ്ഥാനം അല്ലാതെ സ്ഥനം എന്നാണ്. അത് ഭൂമിയുടെ സ്ഥലങ്ങളിൽ തന്നെ പറയുന്നത്. അപ്പം എന്താ അറിയോ, ഈ സ്ഥലം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അതാ പ്രശ്നമേ. പിന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ ഈ പറയുന്ന ഡയലോഗ് എന്താണെന്ന് അറിയാതെ, എന്തിനെക്കുറിച്ചാണ് പറയണതെന്ന് അറിയാതെ ഒക്കെ ഈ കഥാപാത്രങ്ങൾ കാണാൻ പാടം നല്ലോണം പഠിച്ച് പറയുന്നൊരവസ്ഥയുണ്ട്. അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ നാടകത്തിൻ്റെ അതിൻ്റെ ആ എഫക്റ്റ് ഉണ്ടല്ലോ, ആ നാടകം എവിടെയാണോ ആഘാതം സൃഷ്ടിക്കേണ്ടത് ആ ആഘാതത്തിന് ശക്തിയില്ലാതെ പോകും. അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള, അതിന് പറ്റിയിട്ടുള്ള കഥാപാത്രങ്ങൾ വേണം വെച്ചാൽ ഈ നടീനടന്മാർ വേണം. അപ്പോഴേ ഒരു നാടകം വിജയിക്കുള്ളൂ. ഇപ്പൊ സാറിന് എഴുത്തിലേക്ക് പ്രചോദനം നൽകിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അമ്മാമ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അമ്മാമ്മനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ഓർമ്മകളൊന്ന് പറയാം. അമ്മാവനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാനത് കഥാശേഷത്തിൽ അമ്മാവനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അമ്മാവനെ എന്താ വെച്ചാൽ, അന്ന് ലാപ്പറ്റയിൽ 4ാം ക്ലാസ് വരെ, അമ്മാവൻ്റെ കുട്ടിക്കാലത്ത് 4ാം ക്ലാസ് വരെ സ്കൂളുള്ളൂ. അപ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കണമെങ്കിൽ ഒറ്റപ്പാലത്തോ പാലക്കാടോ വരണം. അന്ന് വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ അതായത് സംസ്കൃതമായാലും ശരി, മലയാളമായാലും ശരി, ചരിത്രമാവട്ടെ, സാഹിത്യമാവട്ടെ, ഇതൊക്കെ ആധികാരികമായിട്ട് മൂപ്പരക്ക് എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടാവും. എന്ത് ചോദിച്ചാലും ഉത്തരം തരുന്ന ഒരമ്മാമൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഈ കടയിൽ നിന്ന് സാധനങ്ങൾ കെട്ടിപ്പോൾ ഞാൻ അന്നൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കടലാസ് ഉണ്ടാവും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ കെട്ടിപ്പോഞ്ഞാൽ അതിൻ്റെ കടലാസ് ഉണ്ടാവും. ആ കടലാസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറയും, ആ കടലാസും കിട്ടാ എന്ന് പറയും. ഇത് ഈ പഞ്ചസാര ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ കടലാസ് അമ്മാമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. എന്നിട്ട് എന്താ അറിയും, അത് വായിക്കണം വളരെ സീരിയസ് ആയിട്ട്. കാരണം ഏതോ പത്രത്തിൻ്റെ ഇതന്നെ
അപ്പൊ എന്തിനാ അമ്മാമ ഇതൊക്കെ വായിക്കണേ? എന്ത് അതിൽ കിട്ടിയാലും എന്തെങ്കിലും വായിക്കണം. ഉണ്ടാവും, അതെ. നമ്മളറിയാത്ത എന്തെങ്കിലും ഉണ്ടാവും. അതെ. എന്ത് കിട്ടിയാലും വായിക്കണം എന്നാണ്. അതെ. അങ്ങനെ ഒരു അമ്മാമ അസലായിട്ട് നന്നായിട്ട് ശ്ലോകം, സംസ്കൃത ശ്ലോകങ്ങൾ, മലയാള ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. ആ ചൊല്ലിയിട്ട് അതിൻ്റെ വിസ്തരിച്ച് അതിൻ്റെ കഥ പറഞ്ഞു തരും, അതിൻ്റെ അർത്ഥം സാരാംശമൊക്കെ പറഞ്ഞു തരും. അതാണ് ആ അമ്മാമ്മയുടെ ഒരു പ്രത്യേകത. അതൊക്കെ കണ്ടും കേട്ടും വളർന്നുകൊണ്ട് അതെ അതെ സാറിന് എഴുത്തിന് അതെ അതെ. ഇത്രത്തോളം ഒരു താല്പര്യം. പക്ഷേ ഈ എഴുതാനുള്ള ഒരു പ്രേരണയൊക്കെ വന്നത് ഒരു പക്ഷേ ഈ വളരെ എന്താ പറയുക, ഈ മറ്റേ പശുമരാശി മണ്ണ് എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ നല്ല പശുമയുള്ള ഈ അമ്മാവൻ്റെ മണ്ണ് നിന്നായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടാവുക. അല്ലാണ്ട് എൻ്റെ കുടുംബത്തിൽ വാസ്തവത്തിൽ എൻ്റെ ബ്രദേഴ്സിലോ അവരുടെ ഇടയിലൊന്നും എഴുത്തുകാരൊന്നുമില്ല. അത്യാവശ്യം പാടുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ എഴുതുന്നവരൊന്നുമില്ല. പിന്നെ അങ്ങനെ ഗൗരവമായി വായിക്കുന്ന ഒരു 1-2 ബ്രദേഴ്സ് മാത്രമേ ഉള്ളൂ, ഒരു 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 സിസ്റ്ററും. അത് സിസ്റ്റർ എനിക്കിങ്ങനെ അത്ഭുതം തോന്നാറുണ്ട്. സിസ്റ്റർ ഈ എൻ്റെ ചേച്ചി മരിച്ചുപോയി, അവരിപ്പോൾ ഇല്ല. അവർ 85-ാമത്തെ വയസ്സിലാണ് മരിക്കണത്. ആ മരിക്കണേൻ്റെ ഒരാഴ്ച മുമ്പ്, കിടപ്പിലാണ്, മരിക്കണേൻ്റെ ഒരാഴ്ച മുമ്പേറ്റ ഞാൻ ചെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത്, നീ ആടുജീവിതം വായിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനപ്പോൾ വായിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ അത് ഇറങ്ങിയിട്ടേ ഉള്ളൂ, കൃതി ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്തല്ലേ അതിൻ്റെ കഥ കംപ്ലീറ്റ് വളരെ വിശദമായി അങ്ങനെ എൻ്റെ കഥാപാത്രങ്ങൾ അത് അങ്ങനെ വായിച്ചിരുന്ന ഒരു സഹോദരി, നന്നായി വായിച്ചിരുന്നവർ. അവരുടെ മകളാണ് ഇപ്പോൾ ലതിക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ഇത് ഫേസ്ബുക്കിലൊക്കെ മലയാളം മാഗസിൻ എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ട്, അതിൻ്റെ എഡിറ്റർ അവളാണ് ഈ ലതിക. അവൾ കനറ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഒരു സംവിധായകന്റെ സർഗാത്മകത മുഴുവൻ നിറഞ്ഞ സിനിമയാണ് പ്രവാസം. അപ്പൊ അന്ന് ഈ സിനിമ സംവിധാനം ചെയ്യാൻ സാറിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ എന്തായിരുന്നു? ഞാൻ ആദ്യം ഈ 1985-ലോ 86-ലോ മറ്റാണ് തോന്നുന്നു എനിക്ക് ഈ ദൂരദർശൻ തിരുവനന്തപുരത്ത് വരുന്നത്. അന്ന് വേറൊരു ചാനലും ഇല്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ദൂരദർശൻ വന്നപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ ഡയറക്ടർ, കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം പല ആൾക്കാർക്കും അയച്ചിട്ടുള്ള കത്ത് പോലെ എനിക്കും ഒരു കാർഡ് വന്നു, അങ്ങനെ ദൂരദർശൻ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങുകയാണ്, ഇതിലേക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു അരമണിക്കൂറിൻ്റെ ഒരു ടെലിഫിലിം കിട്ടിയാൽ തിരക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കത്ത് വന്നു. ഞാനിത് എന്താ വെച്ചാൽ ഈ കുറുക്കൻ്റെ കയ്യിലെ ആമ എന്ന് പറയുന്നില്ലേ, ഇത് കൈ കിട്ടി എന്താ ചെയ്യണമെന്ന് ചെല്ലാണ്ടേ, കാരണം എനിക്ക് ഈ ടെലിഫിലിം എങ്ങനെ ഉണ്ടാക്കുകയെന്നോ അല്ലെങ്കിൽ ഈ ക്യാമറയുടെ ടെക്നോളജി ഇതൊന്നും എനിക്കറിയില്ല. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടതെന്നും അറിയില്ല. അന്ന് വരെ ഈ നാടകമല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മദ്രാസിലുണ്ട്, അപ്പം ഞാൻ അയാളോട് പറഞ്ഞു ഇങ്ങനെ ഒരു കത്ത് എനിക്ക് വന്നിട്ടുണ്ട്, അപ്പം എൻ്റെ കഥയൊക്കെ ഉണ്ട്, കഥയൊക്കെ ഞാൻ എഴുതിത്തരാം, പക്ഷെ ഇത് ഷൂട്ടിക്കാനും എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അത് എനിക്കറിയില്ല. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ ഫ്ലൈറ്റിൽ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു. അപ്പം എന്നോട് പറഞ്ഞു, മാഷ് ഒന്നും ബേജാറാവണ്ട, ഞാൻ എല്ലാം ചെയ്തു തന്നോളാം, സ്ക്രിപ്റ്റ് റെഡിയാക്കിയാൽ മതി. അപ്പോൾ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ നാടകം പോലെയാക്കാം. അപ്പം ഞാൻ ഈ നാടകം രംഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളപ്പം മണ്ണണ നങ്ങേമ കുട്ടി ഞാൻ രംഗത്ത് നാടകമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനത് എന്ത് ചെയ്തു വെച്ചാൽ അത് പാക്ക് ചെയ്തിട്ട് ദൂരദർശൻ അയച്ചു കൊടുത്തു ഈ ഡയറക്ടർക്ക്. ഇങ്ങനെയൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്, ഇത് ഉണ്ടാക്കിയാൽ മതിച്ചാൽ, ഇതുകൊണ്ട് ടെലിഫിലിം ചെയ്താൽ മതിച്ചാൽ ഈ കഥ ചെയ്യാവുകയാണെങ്കിൽ ചെയ്യാം. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ വളരെ സന്തോഷത്തോടുകൂടി ഇതന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് എഴുതി. അന്നൊക്കെ എഴുത്താണല്ലോ, ഫോണൊന്നും മൊബൈലൊന്നുമില്ല. അപ്പോൾ എഴുതി ഇവിടെ വന്നപ്പോൾ ഈ മറ്റേ മദ്രാസിൽ നിന്ന് വന്നിട്ടുള്ള വിദ്വാൻ അത് സ്ക്രിപ്റ്റ് ആക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഞാനത് സ്ക്രിപ്റ്റാക്കി അന്ന് ഒളപ്പമണ്ണയൊക്കെ ഉണ്ട്, മഹാകവി ഒളപ്പമണ്ണ ജീവിച്ചിരിക്കുന്ന കാലമാണ് അന്ന്. ഞാൻ അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു, അങ്ങനെ ഞാനിത് ഇങ്ങനെയാക്കാൻ പോവാണ്. വളരെ സന്തോഷമായി ഇവർക്ക്.
അപ്പോൾ നടടയാണല്ലോ, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ടെലിഫിലിം വരുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ലൊക്കേഷനൊക്കെ പോയി കണ്ടു. അതൊക്കെ ഈ തമിഴ് മദ്രാസിൽ നിന്ന് വന്ന ആൾക്ക് അറിയാം അത് എങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനൊക്കെ നോക്കി ഒരു 4-5 ദിവസം ഷൂട്ട് ചെയ്തു. അത് പ്ലാപ്പറ്റയെ തന്നെ, കാരണം പ്ലാപ്പറ്റ ആകുമ്പോൾ എനിക്കറിയാമല്ലോ സ്ഥലം എങ്ങനെയാണ്. അതെ. അപ്പം ഞാൻ ഈ സ്ഥലമൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു. അതൊക്കെ അവിടെ പോയി ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. അത് ദൂരദർശൻ തിരുവനന്തപുരത്തും ഡൽഹിയിലുമായിട്ട് ഒരു 60 തവണയെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ഇടയ്ക്ക് പ്രദർശിപ്പിക്കേണ്ടതെന്നായി തോന്നുന്നു. അത് അത്ര പോപ്പുലറായി ആ സാധനം. അങ്ങനെയാണ് എൻ്റെ തുടക്കം. പിന്നെ എനിക്കതിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കിക്കളയാം എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഒരു സുഹൃത്ത് വന്നിട്ട് നമുക്കൊരു പടം ചെയ്താലോ എന്ന് ചോദിച്ചു. അത് 2002 പ്രവാസത്തിലൊരു വലിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ എഴുതുന്നതിനുള്ള എല്ലാത്തിനുമുള്ള ഒരു സ്ട്രേഞ്ച്നെസ് എന്ന് പറഞ്ഞത്, പ്രവാസം എന്ന് പറയുന്നത് എന്താ അറിയോ, ഫാമിലി എന്ന് പറയുന്ന, കുടുംബം എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാണ്ടാവുകയാണ്. ഇപ്പം നമുക്ക് അച്ഛൻ, അമ്മ, കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടൊരു കുടുംബമുണ്ട്. പ്രവാസത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മക്കള് നമുക്ക് കോൺവെന്റിലാക്കി കൊടുത്താൽ, അവിടെ ബോർഡിങ്ങിലാക്കിയാൽ അവരവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തോളുമല്ലോ. ശരി, മക്കളെ ബോർഡിങ്ങിലാക്കി. പിന്നെ അച്ഛനും അമ്മയുള്ളത് അവർ വയോജന ഈ വൃദ്ധസദനുണ്ട്. അതെ, അത് നല്ല നിലയിലുള്ള വൃദ്ധസദനുണ്ട് എന്നുവെച്ചാൽ വളരെ 5 സ്റ്റാർ ഫെസിലിറ്റീസൊക്കെ ഉള്ള. അപ്പോൾ അച്ഛനെയും അമ്മയും അതിലാക്കി. അത് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മാത്രമായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിക്കുന്നത്, എനിക്ക് ഈ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലൊക്കെ ഇല്ലേ, അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്, എനിക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാമല്ലോ. അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കുന്നത്, അപ്പം ഞാനോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മുരളിയാണ് അപ്പോൾ ഈ ഭാര്യ ചോദിക്കേണ്ടായിരുന്നു, നിങ്ങളൊരാണല്ലേ, നിങ്ങൾക്ക് എവിടെയാവാലോ എന്നാണ്. എന്നൊരവസാനം അമ്പലത്തിന് മുമ്പിലാണ് ഈ ഭർത്താവ്. അതെ, അങ്ങനെ ഈ കുടുംബം എന്ന് വെച്ചാൽ വീട് വിറ്റു. വീടില്ല, വീടിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കിപ്പോൾ ഭാര്യ പറയേണ്ടത്, നമുക്കിപ്പോൾ സംസാരിക്കുകയും അല്ലെങ്കിൽ കാണുകയൊക്കെ ചെയ്യണമെങ്കിൽ ആഴ്ചയിലുള്ള നമുക്ക് അമ്പലമുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമല്ലോ. അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് ഒന്നിച്ച് താമസിക്കണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ താമസിക്കൂടെ. ദാമ്പത്യ ജീവിതം എന്നുവെച്ചാൽ ജീവിതം, കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റേ ഇല്ല. ഇനി നോക്കിക്കോളൂ, ഇനി വരാൻ പോകുന്ന സാധനം അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഭാര്യയാണ് പടിയുള്ളത്, മക്കൾ എവിടേക്കോ, എല്ലാവരുടെയും ഫാമിലി തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാളില്ലാതെയായാൽ മറ്റേയാൾ ഒറ്റപ്പെടും. അപ്പം ഈ ഒറ്റപ്പെടാതിരിക്കാൻ എന്താ വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ രണ്ടാളും കൂടി വൃദ്ധസദനത്ത് പോവുക. അവിടെ ആകുമ്പോൾ നമ്മൾ സമപ്രായക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കാം. അങ്ങനെയൊക്കെ ഈ ഫാമിലി എന്ന് പറയുന്ന അത് ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കൂട്ടുകുടുംബമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കൂട്ടുകുടുംബമാണ് ഒരു തറവാട്ടിലുള്ളത്. അവിടെ അമ്മാമ്മമാരുണ്ടാവും, അമ്മായിമാരുണ്ടാവും, കുട്ടികളുണ്ടാവും. ഒരു 8-10 ആൾക്കാരുണ്ടാവും ഒരു വീട് എന്ന് പറഞ്ഞാൽ. ഇപ്പം ആരുമില്ല. ഈ സിനിമയ്ക്ക് പ്രവാസം എന്നുള്ള പേരുണ്ട്. സാധാരണ ഒരു മലയാളിക്ക് പ്രവാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ വിദേശത്ത് ജോലി ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ പ്രവാസിയാവുന്നു എന്നുള്ളതാണ്. ഓരോ മലയാളിയും അവന്റെ നാട്ടിൽ പ്രവാസിയാവാണ്. കുടുംബത്തിൽ തന്നെ പ്രവാസിയാവുക. പ്രവാസി എന്ന് പറഞ്ഞാൽ എന്താ, അന്യദേശക്കാരൻ അല്ലേ. അന്യദേശക്കാരൻ എന്ന് പറഞ്ഞാൽ അന്യൻ. ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ അന്യനാവാണ്. അതാണ് പ്രവാസം. കുടുംബം ഇല്ലാണ്ടായാൽ കഴിഞ്ഞില്ലേ, പിന്നെയൊക്കെ പ്രവാസി തന്നെ. പാണപ്പട എന്ന നാടകത്തിൽ ജാതീയത കൊണ്ടുവന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ജാതീയമായിട്ടുള്ള വേർതിരിവുകളെ ചൂണ്ടിക്കാണിക്കാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം എന്തായിരുന്നു? ജാതീയത എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കരുത്. കാരണം പാണപ്പടയിൽ ജാതീയത ഇല്ല. 2 വർഗങ്ങളാണുള്ളത്. ഒന്ന് പാണന്മാർ. പാണന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ശരാശരി പൗരന്മാരൊക്കെ. പിന്നെ ഉപരിവർഗം, അതായത് ഭരണക്കാർ. അപ്പോൾ വാഴുന്നവരും വാഴ്ത്തപ്പെടുന്നവരും, അതായത് ഈ എന്താ പറയുക, അടിമകളുമാണ്. ഉടമകളും അടിമകളും, ഈ 2 ചേരികളാണ് അതിലുള്ളത്. അപ്പോൾ അത് ഒരു ഭരണവർഗം, അതിപ്പോൾ ഇന്നും അങ്ങനെ തന്നെയല്ലേ. ഭരണവർഗം, ഭരിക്കപ്പെടുന്ന ഒരു വർഗം, അങ്ങനെ 2 വർഗം. അതിൽ ഈ ഭരിക്കപ്പെടുന്ന വർഗ്ഗമാണ് പാണന്മാർ. ആ പാണരിലെ അത് നമ്മൾ വാസ്തവത്തിൽ പാണപ്പട
300 കൊല്ലത്തെ ഇന്ത്യൻ ചരിത്രം അതിൻ്റെ ആമുഖത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് പാണപ്പട തുടങ്ങുന്നത്. ഇവിടെ ഈ രാജഭരണം നടക്കുന്ന കാലം. അവിടുന്ന് ഇങ്ങോട്ടാണ് ഈ ബ്രിട്ടീഷുകാരും വരലും. അതൊക്കെ സായിബ് വരുന്നുണ്ട്, പാണപ്പടയിലുണ്ട്. അത് സായിബ് വരുന്നു. സായിബ് പതുക്കെ 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 കച്ചവടം തുടങ്ങി അവസാനം സിംഹാസനം തന്നെ കച്ചവടത്തിലാക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഈ ഇന്ത്യ സായിബിൻ്റെ അധീനത്തിലാവുന്നു. പിന്നെ ഇവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അപ്പോൾ അതിൽ ഈ പാണൻ്റെ തലപ്പാണൻ വരുന്നുണ്ട്. തലപ്പാണൻ്റെ ഒരു സീനൊക്കെ ഉണ്ടായില്ല. തലപ്പാണൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിയാണ്. അത് ജണ്ടാവുഞ്ചിയല്ല, ഈ ജലത്തിനെ പറ്റി വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, ജനഗണമന പോലെ തന്നെ. സുഫലാം. അതെ. ആ പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധി വരുന്നതും ഗാന്ധിയുടെ റോൾ അവിടെ വെടികൊണ്ട് വീഴുന്നത്. അങ്ങനെ പിന്നെ ഗാന്ധി മരിക്കുന്നു. അപ്പോഴേക്ക് ഇന്ത്യ സ്വതന്ത്രമാവുന്നു. ഇന്ത്യയിൽ ഇവിടെ ഭരണം വരുന്നു. അവസാനം ഭരണം നന്നായി പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഈ തലമുറകൾ മാറിയിട്ട് മൂലം തിരുനാൾ തമ്പുരാട്ടി വരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയിൽ ഈ പത്രക്കാരെയൊക്കെ സെൻസർ ചെയ്തിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പത്രസമ്മേളനം വിളിച്ച് പറയുന്നുണ്ട്, ഈ കുട്ടിയറിയിപ്പുകാരെ എന്നാണ്. പത്രക്കാർ അതാണല്ലോ, കുട്ടിയറിയിപ്പുകാരാണല്ലോ. അപ്പോൾ കുട്ടിയറിയിപ്പുകാരെ നിങ്ങൾക്ക് കൊട്ടാം, പക്ഷേ ചെണ്ടയുടെ വലന്തലയിൽ മാത്രമേ കൊട്ടാവൂ. ഈ വലന്തലയിൽ ശബ്ദം കമ്മിയാണ് ചെണ്ടയുടെ. അപ്പം അത് മാത്രമേ കൊട്ടാവൂ. അതിൽ കാളയുടെ തോല് പറ്റിടാം. സാധാരണ കാളത്തോല ഇല്ലെങ്കിൽ പോത്തിൻ്റെ തോലൊക്കെയാണ്. ഇതിന് കാളത്തോലാണ് സാധാരണ പറ്റിടുക. പക്ഷേ പശുവിനെയും കുട്ടിയും പിടിച്ചാൽ കഥ മാറുന്നു. പിന്നെ ഈ കുട്ടിയോൻ്റെ തോലുകൊണ്ടായിരിക്കും ചെണ്ടപ്പറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പശുവും കുട്ടിയും അന്ന് ഇന്ദിരാഗാന്ധിയുടെ ചിഹ്ന, കോൺഗ്രസിൻ്റെ ചിഹ്നമാണ് അന്ന്. അതിനുശേഷം ഈ കൈപ്പത്തി വന്നത്. അപ്പോൾ പശുവിനെയും കുട്ടിയും തൊട്ടാൽ തൊട്ടോൻ്റെ തോലുകൊണ്ടാണ് ചെണ്ടപ്പറ്റ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പത്രസമ്മേളനം നടക്കുന്നുണ്ട്. നിങ്ങളെ ഇന്നതേ പറയാവൂ, ഇന്നത് പറയാൻ പാടില്ല. പിന്നെ ചോദ്യങ്ങളില്ല, ചോദ്യം ചോദിക്കാൻ ചെണ്ടക്കാർക്ക് അവകാശമില്ല. അങ്ങനെ ഒരു കാലം. അത് ഈ പിന്നെ അടിയന്തരാവസ്ഥ കാലമാണ്. അന്ന് സെൻസർ ചെയ്തിട്ട് വാർത്തകളൊക്കെ വരുള്ളൂ. അവസാനം ഈ ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലം. അപ്പോൾ അതിന്നൊക്കെ ഈ പാണന്മാരൊന്നിച്ച് സംഘടിച്ച് ഒരു ഈ യോദ്ധാവിൻ്റെ നേതൃത്വത്തെ സംഘടിച്ച് വരുന്നു. അവസാനം മൂലം തിരുനാൾ തമ്പുരാട്ടിയെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി ഈ നേതാവായ പാണൻ ആ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭരണം ഒരു ഘട്ടം ഭരണം തന്നെ അവസാനിക്കുകയാണ്. അങ്ങനെ അത് വേണം. എഴുത്തിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സാർ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്തായിരിക്കും? അങ്ങനെ ഒരു സന്ദേശം പറയാൻ മാത്രം വലിയ ഒരു ആളൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് വായിക്കുക എന്ന് തന്നെയാണ്. വായിക്കുക എന്നുള്ളത് എത്ര വട്ടം ആവർത്തിച്ചാലും അവസാനിക്കാത്ത രീതിയിൽ വായിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കഥ നമുക്ക് എഴുതണമെങ്കിൽ ഒരു 100 കഥയുടെയെങ്കിലും ഈ എന്താ പറയുക, അതെ, വളം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ വളർത്തുന്ന ഒരു കഥ വേര് പോട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു കവിത എഴുതണമെങ്കിൽ കണ്ടമാനം കവിത വായിക്കണം. വായിച്ചാൽ നമുക്ക് നമ്മുടെ സ്വതസിദ്ധമായ ഒരു ശൈലി, ഒരു ട്യൂൺ നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് കവിത എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ. പക്ഷേ ചെറുപ്പക്കാരിൽ എനിക്ക് മനസ്സിലായോടത്തോളം ഈ മുമ്പത്തെ അത്ര തന്നെ വളരെ സീരിയസ് ആയിട്ട് വായിക്കുന്നവർ അത്ര ഒരു പക്ഷേ പെർസെൻറ്റേജ് ഇല്ലെങ്കിലും ഇപ്പോഴും ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു നല്ല ശതമാനം നല്ല വായനക്കാരുണ്ട്. ആ നല്ല വായനക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് വായിക്കുന്ന ആൾക്കാരാണ്. വളരെ ഗൗരവമായിട്ട് വായിക്കുന്നവർ, ഗൗരവമായിട്ട് നമ്മളോടൊക്കെ പ്രതികരിക്കുന്ന കുട്ടികളുണ്ട്, ചെറുപ്പക്കാർ. അവരിലാണ് നമുക്ക് ഒരു പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത്. അതിന് പറ്റിയിട്ടുള്ള ഒരു അന്തരീക്ഷം അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം ശരിക്കും. ഇത്രയും നേരം സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിനും സന്തോഷം. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞങ്ങളെ സന്മനസ് കാണിച്ചതിനും സാറിന് ഒരുപാട് നന്ദി. സന്തോഷം.